നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ വഫാത്തായ വയസ്സിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ആൺമക്കളും 4 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഉണ്ടായ കുട്ടിയാണ് ഖാസിം റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലെ പ്രബലമായ അഭിപ്രായപ്രകാരം 2 വയസ്സായപ്പോഴേക്കും ഖാസിം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമുണ്ടായ കുട്ടി 2 വയസ്സായപ്പോഴേക്ക് തന്നെ വഫാത്തായി. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഥവാ 3-4 വയസ്സിനുള്ളിലാണ് വഫാത്തായത് എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ചെറുപ്പത്തിൽ തന്നെ എന്താക്കിയിട്ടുണ്ട്, ഖാസിം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പരീക്ഷണങ്ങൾ. ആദ്യത്തെ കുട്ടി ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. ഇനി രണ്ടാമതായിട്ട് ഉണ്ടായതാരാണ്? സൈനബ് റളിയല്ലാഹു അൻഹയാണ്. അവരോ 30-ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. അഥവാ ചെറുപ്പത്തിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63-ാമത്തെ വയസ്സിലല്ലേ വഫാത്തായത്. അപ്പോൾ മക്കളിലേക്ക് വെച്ച് നോക്കുമ്പോൾ 30 വയസ്സാണ് സൈനബ് റളിയല്ലാഹു അൻഹ ജീവിച്ചത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ 30-ാമത്തെ വയസ്സിൽ മരിച്ചാലും എന്താ പറയുക, പെട്ടെന്ന് മരിച്ചു എന്ന് പറയൂലേ. അപ്പോൾ 30-ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്, സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അപ്പോൾ വേഗം തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. കാരണം എന്താണ്? വഫാത്താവാനുള്ള കാരണം എന്താണ്? മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ശത്രുക്കൾ ആക്രമിച്ചു. അങ്ങനെ ഒട്ടകപ്പുറത്തായിരുന്നു ബീവി ഉണ്ടായിരുന്നത്. ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഈ ശത്രുക്കളുടെ മർദ്ദനം കാരണം താഴെ വീണു പരിക്ക് പറ്റി. വളരെ ഗുരുതരമായ പരിക്ക് പറ്റി. ആ കാരണത്താൽ രോഗിയാവുകയും അങ്ങനെയാണ് ബീവി വഫാത്താകുന്നത്. അത് കാരണമായിട്ടാണ് ബീവി വഫാത്താകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 30-ാമത്തെ വയസ്സിൽ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയും വഫാത്താകുകയാണ്. ഇനി 3-ാമത്തേതായിട്ട് ഉണ്ടായത് റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. റുഖിയ്യ ബീവി വഫാത്തായതോ 20-ാമത്തെ വയസ്സിലാണ്. നോക്കൂ നിങ്ങൾ, ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തു, വഫാത്തായിപ്പോയി. അതൊക്കെ അനുഭവിച്ച ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മക്കൾ 20-ാമത്തെ വയസ്സിൽ വഫാത്തായാൽ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വഫാത്തായാൽ എത്രത്തോളം നമ്മൾ സങ്കടപ്പെടും, നമുക്ക് എത്രത്തോളം വിഷമമുണ്ടാവും. അപ്പോൾ നബിതങ്ങളിലേക്കൊന്ന് ചേർത്തി നോക്കൂ നിങ്ങൾ. നബിതങ്ങൾ അനുഭവിച്ചത്, ആദ്യത്തെ കുട്ടി ചെറുപ്പത്തിൽ തന്നെ, പിന്നെ അടുത്ത മോള് 30-ാമത്തെ വയസ്സിൽ, അടുത്ത മോള് 20-ാമത്തെ വയസ്സിൽ വഫാത്താകുകയാണ്. ആലോചിച്ച് നോക്കൂ, ആ ഒരു സമയം എത്രത്തോളം പരീക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചത്. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. അല്ലാതെ പുത്തൻവാദികൾ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാജയമല്ല, പരീക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ 20-ാമത്തെ വയസ്സിൽ റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അത് ഒരു ബദർ ദിനത്തിലായിരുന്നു. അഥവാ റമളാൻ 17-നായിരുന്നു ആ വഫാത്ത് സംഭവിച്ചത്. അതാ ബദർ യുദ്ധം നടന്ന ആ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. 20-ാമത്തെ വയസ്സിൽ റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായി. ഇനി 4-മതായിട്ടുണ്ടായ മോളാരാണ്? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർ വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ്? 27-ാമത്തെ വയസ്സിൽ അവർ വഫാത്തായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസത്തിന് ശേഷമാണ് എന്താക്കുന്നത്,
ബീവി വഫാത്താകുന്നത്. അപ്പോൾ അവസാനം വഫാത്തായത് ആരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി തങ്ങളുടെ മക്കളിൽ അവസാനം വഫാത്താകുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ 27ാമത്തെ വയസ്സിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. ഇനി 5ാമതായിട്ടുണ്ടായ മക്കളാരാണ്? ഒരു മകളാണ്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. മഹദി വഫാത്തായതോ 27ാമത്തെ വയസ്സിലാണ്. ചെറുപ്പത്തിൽ തന്നെയല്ലേ, 27 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് വഫാത്തായിപ്പോയി. ഷഅബാൻ മാസത്തിലാണ് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് മയ്യത്ത് നിസ്കരിച്ചത്. അന്ന് നബി തങ്ങളുണ്ട്. അപ്പോൾ മയ്യത്ത് നിസ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 27 വയസ്സുള്ള മോളെ മയ്യത്ത് നിസ്കരിക്കുന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഥവാ ഉപ്പ നിസ്കരിക്കേണ്ടി വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു നിമിഷം, ആ ഒരു സമയം. ഇനി 6ാമത്തേതായിട്ട് നബി തങ്ങൾക്ക് ഉണ്ടായത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. അവർ വഫാത്തായത് 2 വയസ്സിന് മുമ്പ് തന്നെയാണ്. 2 വയസ്സാകുന്നതിന് മുമ്പ് അവരെന്തായിപ്പോയി? വഫാത്തായിപ്പോയി. ചെറുപ്പത്തിൽ തന്നെ, ചെറിയ കുട്ടിയായപ്പോൾ തന്നെ വഫാത്തായിപ്പോയി. കണ്ടോ? ഇനി 7ാമത്തത്, അവസാനത്തെ കുട്ടി ഇബ്രാഹിം എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അവരും 2 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ വഫാത്തായിപ്പോയി. 2 വയസ്സ് ആവുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി. റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു വഫാത്തായത്. നിങ്ങൾ നോക്കൂ, 7 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ആ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ വഫാത്തായിപ്പോയി. പെൺമക്കളാണ് കുറച്ചെങ്കിലും നിന്നത്. അഥവാ 20 വയസ്സ്, 27 വയസ്സ്, 30 വയസ്സ്, ഇങ്ങനെ വളരെ ചെറിയ വയസ്സ് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണത്? അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളാണ്. അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുകയാണ് നമ്മുടെ നേതാവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ നേതാവ് തന്നെ ഇത്രയും പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അനുയായികളായ നമ്മളും ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ സങ്കടപ്പെടണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കിയാൽ മതി. നബി തങ്ങളെ മക്കൾ ചെറുപ്പത്തിൽ വഫാത്തായില്ലേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചിന്തിക്കേണ്ടത്. എത്രത്തോളം നബി തങ്ങൾ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അള്ളാഹുവിനോട് അതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളൊക്കെ നീ ചെറുപ്പത്തിൽ മരിപ്പിച്ചല്ലോ എന്ന് അള്ളാഹിനോട് പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്തത്. അതിന് അല്ലാഹു തആല വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ നേതാവിനെ മാതൃകയാക്കണം. നമ്മൾക്കും ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് വലിയ വിജയമുണ്ടാകും. നബി തങ്ങൾക്ക് വലിയ വിജയമുണ്ടായല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് കേട്ടവരുടെ മക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടു ഉണ്ടെങ്കിൽ അവരെ കാരണം കൊണ്ട് അല്ലാഹു തആല മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് അത് സ്വർഗം കിട്ടാൻ കാരണമാണ്. സ്വർഗത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കരയുമെന്നാണ് മക്കൾ. ഞങ്ങൾക്ക് മാതാപിതാക്കളെ കിട്ടിയിട്ടേ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞ് കരയുന്ന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ
സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കൾ എത്ര വയസ്സ് വരെ ജീവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമുക്കും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അത് സഹിക്കാനും ക്ഷമിക്കാനൊക്കെ നമ്മൾ തയ്യാറാവണം. അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ക്ലാസ് മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുക്കണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുകയും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ആളുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണല്ലോ അവർക്കും അറിവ് കിട്ടുന്നത്. അവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് അറിവുകൾ കിട്ടും. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിന് ശക്തി ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ.